എന്റെ ഒരു ഏറ്റവും വലിയൊരു ടെൻഷൻ. ഫ്ലൈറ്റ് കയറുമ്പോൾ സീറ്റ് ബെൽറ്റ് എങ്ങനെ ഇടും? ചെവി ഭയങ്കര വേദന, ചെവി അടഞ്ഞ് പണ്ടാരടഞ്ഞു താഴെ വന്ന്. എന്റെ പൊരടാവേ, കള്ളങ്ങൾ പുറത്തു വരുമെന്ന് പറയുന്നത് എത്ര സത്യമാ. നമ്മള് എന്താ പറഞ്ഞത്, രേണു ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ എന്തായാലും ഇതുവരെ പറഞ്ഞിട്ടുള്ള ഓരോ കള്ളത്തരങ്ങളും പൊളിയും, മുഖംമൂടി ഓരോന്നായിട്ട് അഴിഞ്ഞു വീഴുമെന്ന് പറഞ്ഞത് എത്ര സത്യമാ. ഏവിയേഷൻ പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒരു പുള്ളിക്കാരി ഇവിടെ കടന്ന് കുറേ വിളമ്പിയതാ, വീരവാദം നല്ല രീതിയിൽ തന്നെ മുഴക്കിയതാ. എന്നാൽ എന്താണ്, പൊളിഞ്ഞു പൊളിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേന് ഇപ്പൊ ബിഗ് ബോസിന്റെ ഉള്ളിൽ കടന്ന് ചില ഡ്രാമകൾ എടുക്കുന്നുണ്ട്, പല കാർഡുകൾ എടുക്കുന്നത്. ഈ ഒരു സീസണിന്റെ പ്രത്യേകത, വിക്ടിം കാർഡ്, വുമൺ കാർഡ്, അങ്ങനത്തെ കാർഡ് ഇങ്ങനത്തെ കാർഡ് ഒന്നും ഇറക്കരുതെന്ന് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ചേച്ചി വുമൺ കാർഡ് ഇറക്കുന്നു, അതോടൊപ്പം തന്നെ വിധവ കാർഡ് ഇറക്കുന്നു, അങ്ങനെ മൊത്തം കാർഡ് ഇറക്കിക്കൊണ്ടിരിക്കുക ഇപ്പൊ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ പൊന്നടാവുവേ ഏവിയേഷനിൽ പറഞ്ഞ കഥ. ഞാൻ ഏവിയേഷൻ പഠിച്ചിട്ടുണ്ട്, ഞാൻ എയർ ഇന്ത്യയില്, അതോടൊപ്പം തന്നെ ഞാൻ എവിടൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്, ഞാൻ എയർ ഇന്ത്യ ജോലി ചെയ്തിട്ടുണ്ട്, ഞാൻ ഡൽഹി ജോലി ചെയ്തിട്ടുണ്ട്, ബാംഗ്ലൂർ, ട്രിവാൻഡ്രം ഒക്കെ ജോലി ചെയ്തിട്ടുള്ള ഒരാളാ. അങ്ങനെയൊക്കെ ജോലി ചെയ്തിട്ടുള്ള എനിക്ക് ഇതൊക്കെ എന്ത് എന്ന് പറഞ്ഞ പുള്ളിക്കാരി പിന്നെ പറഞ്ഞു ഞാൻ മൊത്തം പഠിച്ചു തീർത്തിട്ടില്ല എന്ന്. ഇതിനെ സംബന്ധിച്ച് ഈ പുള്ളിക്കാരി ഇന്നലെ ബിഗ് ബോസ് വീടിന്റെ ഉള്ളിൽ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. നിങ്ങളൊന്ന് കേട്ടു നോക്കൂ എന്റെ കൂട്ടുകാരെ. എന്റെ പൊന്നോ, ഞാനൊക്കെ എന്റെ ചേച്ചി സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് ഊരാ അറിയത്തില്ല. ദൈവമേ, എനിക്കറിയാം. എന്റെ അടുത്തിരുന്നൊരു ഒരമ്മച്ചി ഉണ്ട്, എനിക്ക് സീറ്റ് ബെൽറ്റ് ഇട്ട് അറിയത്തില്ല. അത് ആദ്യം ഇങ്ങോട്ട് തുറക്കാൻ പറ്റും, തുറന്നിട്ട് എവിടെയാ കുത്തണ്ടെന്ന് അറിയില്ല. അവിടെ നിന്ന് വെപ്രാളം. ഞാൻ എന്റെ ചേച്ചി ഊരാതിരിക്കും എങ്ങനെ ഇട്ടിട്ട് അനിയത്തിയോട് ഫ്ലൈറ്റിൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് സീറ്റ് ബെൽറ്റ് ഇട്ടത് ഊരാൻ പോലും അറിയത്തില്ല എന്ന്. എടാ, ഇത് ഏവിയേഷൻ പഠിച്ച ഒരാൾക്ക് സീറ്റ് ബെൽറ്റ് ഊരാൻ പോലും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു വെച്ച് കാച്ചുവാണല്ലോ. എന്തൊക്കെയാണോ കള്ളങ്ങളോ കള്ളങ്ങൾ. പറഞ്ഞത് മൊത്തം കള്ളങ്ങൾ, ഓരോന്നോരോന്നായിട്ട് പൊളിച്ചുകൊണ്ടിരിക്കുക. ഇവര് പോലും അറിയാതെ വെളി വെച്ച് പറഞ്ഞിട്ട് പോയ ഓരോ കള്ളങ്ങളാണ് ഇപ്പൊ പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടിപൊളിയായിട്ട് പൊളിയുക. ഇതിൽ കൂടുതൽ എന്താ വേണം? ഈ ബിഗ് ബോസ് എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ചെല്ലുമ്പോൾ തന്നെ ഓരോ ദിവസം ഇവര് പറഞ്ഞിട്ടുള്ള ഓരോന്ന് പൊളിയുമെന്ന് പറഞ്ഞത് എത്ര കൃത്യമാണ്. നമ്മളൊക്കെ പറയുമ്പോഴായിരുന്നു, ഓ നിങ്ങൾ എന്തിനാ അവരെ വിറ്റ് തിന്നുന്നേ, അവര് നല്ലവരല്ലേ എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഇതൊക്കെ ഒന്ന് കണ്ടു നോക്ക്. നിങ്ങളുടെ ചേച്ചി മുതുക്കള്ളമാ പറയുന്നതെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നന്ന്. വേണമെങ്കിൽ അന്ന് പറഞ്ഞ അതൊന്ന് കേൾക്കാം, ഏത് ഫ്ലവർ TV പറഞ്ഞ ആ കാര്യം വേണമെങ്കിൽ ഒന്ന് കേട്ട് നോക്കൂ. അതിന്റെ കൂടെ ബാംഗ്ലൂർ എയർപോർട്ടിലുണ്ടായിരുന്നു, എയർ ഇന്ത്യയിലുണ്ടായിരുന്നു, ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു. ഇനി ഈ കോവിഡ് ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ബാക്ക് ടു എല്ലാം വാവക്കുട്ടം, സോറി മാറി സുധിക്കുട്ടം പറയണ പോലെ. ഞാൻ അവിടെയൊക്കെ ജോലിക്ക് ഉണ്ടായിരുന്നു, പക്ഷെ എന്നെ സുധിച്ചേട്ടൻ ജോലിക്ക് വിടത്തില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ല എന്ന് തള്ളിമറിച്ച ചേച്ചി ഇപ്പോഴിതാ ഇവിടെ വന്ന് പറഞ്ഞിരിക്കുകയാണ്, എനിക്ക് സീറ്റ് ബെൽറ്റ് പോലും ഇടാൻ അറിയത്തില്ലായിരുന്നു, ഫ്ലൈറ്റിൽ കയറി ഞാനും എന്റെ ചേച്ചിയോട് അവിടെ ഇരുന്നിട്ട് വെള്ളം ഇറക്കിക്കൊണ്ടിരുന്നു, അപ്പോഴവിടെ ഇരുന്ന അമ്മച്ചിമാരാണ് ഞങ്ങളുടെ ഈ ഒരു പരാക്രമം കണ്ടിട്ട് ഇടപെട്ടത് എന്നൊക്കെയാണ് പറയുന്നത്. എന്റെ പൊന്നു പ്രേക്ഷകരെ, തള്ളലിന് ഒരു ലിമിറ്റ് ഉണ്ട്. എന്തായാലും ഓരോ കാര്യങ്ങൾ ഉള്ളിലുള്ള മത്സരാർത്ഥികളും മനസ്സിലാക്കിയിരിക്കുകയാണ് ഇവരുടെ കള്ളത്തരങ്ങൾ. ഞാൻ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞ പോലെ തന്നെ അംബാനി ശരത്ത് ആണെങ്കിൽ ഓൾറെഡി പറഞ്ഞു, ഈ കൊല്ലം സുധിയെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു, എന്റെ കൂട്ടുകാരനായിരുന്നു, പക്ഷെ ഇവർ ഇതിൻ്റെ അകത്ത് വന്ന് എന്താ കാണിച്ചു കൂട്ടുന്നത് എന്ന രീതിയിലൊക്കെ പറഞ്ഞിരുന്നു. അതിനു മുമ്പ് രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ എല്ലാവർക്കും ഓരോ പെറ്റ് നെയിം ഇടാന്ന് പറഞ്ഞ സമയത്ത് ഇവർക്ക് സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞ് അക്ബർ ഖാൻ ഒരു പേരിട്ടിരുന്നു. അതിനെ തുടർന്ന് ഇവർക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഫീലിംഗ് ആയി. തേരാപ്പാര നാഗവല്ലിയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒടുവിൽ പിന്നെ നിവൃത്തിയില്ല, പ്രേക്ഷകരോട് പറയുന്നു, എന്നെ അങ്ങനെ പറഞ്ഞു, എനിക്ക് വേറെ പേരുകൾ വല്ല ഇടരുതായിരുന്നു എന്ന രീതിയിലാണ് പറയുന്നത്. ഈ പേരിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നു ബിഗ് ബോസ് അത് തിരുത്തി കൊടുത്താലും, ബിഗ് ബോസ് കൊടുത്തൊരു ടാസ്ക്കാണ്. ആ ടാസ്കിൽ അവന് ഇഷ്ടമുള്ള ഒരു പേര് അവൻ ഇട്ടു, അതേ ഉള്ളൂ. അതാ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഈ പുള്ളിക്കാരി പിന്നെ വന്ന് ഓരോരുത്തരുടെ അടുത്ത് അങ്ങ് പറയുക. ശാരികയുടെ അടുത്ത് പറയുന്നു, അതോടൊപ്പം തന്നെ ആദില നൂറയുടെ അടുത്ത് പറയുന്നു. നൂറയുടെ അടുത്താ പോയി വരുന്നത് പറഞ്ഞത് ഇതുപോലെ, ഞാൻ വിധവകൾക്ക് വേണ്ടി വന്നതാ, കുഞ്ഞുങ്ങളെ കൊണ്ട് ഒരു കുഞ്ഞിനെ കൊണ്ട് പോറ്റുന്ന അമ്മമാർക്ക് വേണ്ടി വന്നതാണ്. അങ്ങനെ തുടങ്ങി വുമൺ കാർഡുകൾ ഇറക്കി കളിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്തൊക്കെയാണ് ഈ പ്രാവശ്യത്തെ നോമിനേഷനിലും ഉണ്ട്. ഇനി കളി നല്ല രീതിയിൽ പഠിച്ചിട്ടിറങ്ങിയതായതുകൊണ്ട് തന്നെ കളിക്കാൻ അറിയാം. എന്തായാലും അതൊന്ന് കേട്ടു നോക്കി. ഓരോ വിധവകൾക്ക് വേണ്ടിയിട്ടുള്ള ശബ്ദം മാറ്റിക്കണം, ഓരോ സിംഗിൾ മദറിന് വേണ്ടിയിട്ടുള്ള ഓരോ അപ്പൻ ഇട്ടിട്ട് പോയതും അപ്പം മരിച്ചതും
അവൻ ഉപേക്ഷിതമായിട്ടുള്ള ഓരോ പാവം കുറെ സ്ത്രീകൾ ആ കുഞ്ഞുങ്ങളെ നോക്കുന്നത് എന്ത് കഷ്ടപ്പെട്ടിട്ടാണെന്നറിയാം. ഓ എന്തോ തള്ളലാ തള്ളുന്നേ. നിങ്ങൾക്ക് ഇത് പറയാൻ ഒട്ടും യോഗ്യതയില്ല. സിംഗിൾ മദർ, അതോടൊപ്പം തന്നെ കുഞ്ഞിനെ നോക്കുന്ന അമ്മമാർക്ക് പ്രസന്റേറ്റീവ് എന്ന് വന്നു. അങ്ങനെയൊക്കെ പറയാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയുള്ളത്? നിങ്ങൾ ഞങ്ങളുടെ മുമ്പിലേക്ക് കുഞ്ഞിനെ തള്ളി വിട്ടവരാണ് നിങ്ങൾ. അല്ലേ? നിങ്ങൾ, നിങ്ങളുടെ അച്ഛൻ, തങ്കച്ചൻ, നിങ്ങളെല്ലാം കൂടെ ചേർന്ന്, നിങ്ങളുടെ കുടുംബം മൊത്തം കൂടെ ചേർന്ന് പൊതുസമൂഹം നോക്കിക്കോ പിള്ളേരെ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ മുമ്പിലേക്ക് തള്ളി വിട്ടിട്ട് നിങ്ങളിപ്പോ പറയാ സിംഗിൾ മദർ, കുഞ്ഞുങ്ങളെ നോക്കുന്ന അമ്മമാരുടെ കഷ്ടപ്പാട്, അതോടൊപ്പം തന്നെ വിധവകളുടെ കാർഡ്, അങ്ങനെ തുടങ്ങി എല്ലാ കാർഡും നിങ്ങൾ ഇറക്കി അങ്ങോട്ട് കളിക്കേ. ഇതൊന്നും എടുക്കാൻ പാടില്ല എന്ന് ലാലേട്ടൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഞായറാഴ്ച ഈ പറയുന്ന വീക്കെൻഡിൽ ചോദിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തായാലും ഇനി എന്തൊക്കെ നടക്കും നമുക്ക് കാത്തിരുന്നതിനെ കാണാം. അപ്പൊ ഏവിയേഷൻ എന്ന് പറയുന്ന കള്ളക്കളി കയ്യോട് പൊക്കി ബിഗ് ബോസിന്റെ ഉള്ളിൽ വന്ന് തന്നെ പബ്ലിക്കില്, അതും ചുറ്റോട് ചുറ്റും ക്യാമറ, ഇത്ര കോടി ജനങ്ങള്, 3.5 കോടി ജനങ്ങളെയും പൂളാക്കിക്കൊണ്ട് ഇതുവരെ കളിച്ച കളികളെല്ലാം പൊളിഞ്ഞു പൊളിഞ്ഞു പൊളിഞ്ഞു. അതാണ് പറയുന്നത്, സത്യമേ ജയിക്കൂ, സത്യമേവ ജയതേ. നിങ്ങൾ ദ്രോഹിച്ചവരുടെ എല്ലാം പ്രാക്ക് നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ എവിടെ വരെ പോകുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.